വയനാട് തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് അതിവേഗം നീങ്ങാൻ സംസ്ഥാന സർക്കാർ. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചതോടെ അടുത്ത മാസം മുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് സർക്കാരിന്റെ നീക്കം. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് ലിൻഡോ ജോസഫ് MLA പറഞ്ഞു. കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതി കൂടി യാഥാർത്ഥ്യമാവുകയാണ്. കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്ക് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പാരിസ്ഥിതികാനുമതി നൽകിയതോടെ കരാർ ഒപ്പിട്ട് തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തി ഉടൻ ആരംഭിക്കാനാകും. അടുത്ത മാസം നിർമ്മാണം തുടങ്ങുമെന്ന് ലിൻഡോ ജോസഫ് MLA. അന്തിമമായ ഉത്തരവ് എൻവയോൺമെന്റൽ ക്ലിയറൻസ് EC നമുക്ക് ലഭ്യമായിരിക്കുകയാണ്. ജൂലൈ മാസം അവസാനത്തോടുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് നമുക്ക് നിർമ്മാണ ഘട്ടത്തിലേക്ക് കടക്കാൻ വേണ്ടി കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ. പൊതുമരാമത്ത് വകുപ്പ്, കിഫ്ബി, കൊങ്കൺ റെയിൽവേ എന്നിവയുടെ ത്രികക്ഷി കരാറിലാണ് തുരങ്കപാതയുടെ നിർമ്മാണം. ഭോപ്പാൽ ആസ്ഥാനമായ ദിലീപ് ബിൽഡ്കോൺ, കൊൽക്കത്ത ആസ്ഥാനമായ റോയൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നീ കമ്പനികളാണ് കരാർ ഏറ്റെടുത്തത്. ടെൻഡർ നടപടികൾ നേരത്തെ പൂർത്തീകരിച്ച പദ്ധതിക്ക് 2134 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. സമീർ C. മുഹമ്മദ്, 24 കോഴിക്കോട്.